മനുഷ്യരിൽ ഉല്ലാസവും സന്തോഷവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള വികാരങ്ങൾ റിമോട്ടുകൾ കൊണ്ട് ഉളവാക്കിയ ഡെൽഗാഡോ പിന്നീട് തന്റെ സ്റ്റിമോസീവറും റിമോട്ടുകളും കൊണ്ട് മനുഷ്യരിൽ തീവ്രമായ ലൈംഗിക ചിന്തകളും കാമവും ക്രോധവും വൈരാഗ്യബുദ്ധിയും അക്രമവാസനയും വിഷാദവും ഉത്കണ്ഠയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കി. ഗിറ്റാർ വായിക്കുകയും ഉത്സാഹത്തോടെയും വൈദഗ്ധ്യത്തോടെയും പാടുകയും ചെയ്തുകൊണ്ടിരുന്ന തന്റെ രോഗിയുടെ നേർക്ക് ഡെൽഗാഡോ റിമോട്ട് ചൂണ്ടിക്കൊണ്ട് 1.2 മില്ലി ആംപിയർ വൈദ്യുതി അയച്ചു. അതിനെ തുടർന്ന് ഉത്തേജനത്തിന്റെ 7ാമത്തെ സെക്കൻഡിൽ അവൾ ഗിറ്റാർ വലിച്ചെറിയുകയും രോഷത്തോടെ മതിലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്ന് കുറച്ചു മിനിറ്റ് തറയിൽ ചുറ്റി നടന്നതിന് ശേഷം അവൾ ക്രമേണ നിശബ്ദയാവുകയും അവളുടെ പതിവ് സന്തോഷകരമായ പെരുമാറ്റം പുനരാരംഭിക്കുകയും ചെയ്തു. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ പുറത്തുനിന്ന് റിമോട്ട് കൺട്രോളർ വഴി നൽകുന്ന നിർദ്ദേശങ്ങളെ ചെറുക്കാൻ സാധിക്കില്ല എന്ന് ഡെൽഗാഡോ കുറിച്ചിരുന്നു. ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന യുവതിയിൽ കോപം ഉളവാക്കിയതുപോലെ തന്നെ ഡെൽഗാഡോ മറ്റൊരു യുവതിയിൽ ഉത്കണ്ഠ ഉളവാക്കിയിരുന്നു. റിമോട്ടിന്റെ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് വഴി യുവതിയുടെ ഉത്കണ്ഠയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നാണ് ഡെൽഗാഡോ തന്റെ ഫിസിക്കൽ കൺട്രോൾ ഓഫ് ദി മൈൻഡ് ടുവേർഡ്സ് എ സൈക്കോസിവിലൈസ്ഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. കൂടാതെ മനുഷ്യരിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് ഡെൽഗാഡോയ്ക്ക് അവരിൽ തീവ്രമായ കാമവും ലൈംഗിക ചിന്തകളും സൃഷ്ടിക്കാൻ കഴിഞ്ഞതിനെപ്പറ്റിയും വൈദ്യുതി ഉത്തേജനത്തെ തുടർന്ന് ഒരു യുവാവിൽ ജെൻഡർ കൺഫ്യൂഷൻ, അതായത് താൻ ആണാണോ പെണ്ണാണോ എന്ന സംശയം ഉണ്ടായതിനെപ്പറ്റിയും ഡെൽഗാഡോ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടായ യുവാവ് തനിക്കൊരു പെണ്ണാകണമെന്ന് പറഞ്ഞതിനെപ്പറ്റിയും കൂടാതെ അവന് തന്റെ മുന്നിൽ ഇരുന്ന പുരുഷനോട് ഇഷ്ടം തോന്നിയതിനെ തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതിനെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായിട്ടാണ് ഡെൽഗാഡോ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. തലച്ചോറിൽ കൃത്രിമമായി വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് മനുഷ്യരുടെ ചലനങ്ങളും വികാരങ്ങളും നിയന്ത്രിച്ച ഡെൽഗാഡോ പിന്നീട് തലച്ചോറിന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ വൈദ്യുതി നൽകി ഉത്തേജിപ്പിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് ആളുകളിൽ കൃത്രിമമായ ഓർമ്മകൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് ഉത്തേജനം നൽകിയതിനെ തുടർന്ന് അവരിൽ മിഥ്യാ ഓർമ്മകളും മിഥ്യാ ചിന്തകളും ഉളവായി. താൻ ചെയ്യാത്ത ഒരു കൊലപാതകം ചെയ്തതായി ഒരാളുടെ ഓർമ്മയിലുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അതും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി താൻ ആരെ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് കൊന്നു എന്നും കൊല്ലുമ്പോൾ ഇരയിട്ടിരുന്ന വസ്ത്രങ്ങൾ എന്തായിരുന്നു, അവയുടെ നിറം എന്തായിരുന്നു, എത്ര മണിക്കാണ് താൻ കൊല നടത്തിയത് എന്ന് തൊട്ടുള്ള ഓർമ്മകൾ ഒരാളിൽ ഉണ്ടായാൽ എങ്ങനെയിരിക്കും? അയാൾ കൊല ചെയ്തിട്ടില്ലെങ്കിലും അയാളുടെ ഓർമ്മകളിൽ അയാൾ കൊലപാതകം ചെയ്തതായി ഉള്ളതുകൊണ്ട് തന്നെ താനൊരു കൊലപാതകയാണെന്ന് സ്വയം വിശ്വസിക്കുകയും കുറ്റബോധത്തോടെ ജീവിക്കുന്ന അവസ്ഥ പോലുള്ള അവസ്ഥകളിലേക്ക് അയാളെ അത് നയിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റം അയാൾ ഏറ്റുപറഞ്ഞെന്ന് വരെയിരിക്കും. കൃത്രിമ ഉത്തേജനത്തെ തുടർന്ന് ആളുകളിൽ ഇതുപോലുള്ള മിഥ്യാ ഓർമ്മകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ആളുകൾക്ക് തങ്ങൾ കാണാത്തതും കേൾക്കാത്തതും സംഭവിക്കാത്തതുമായ കാര്യങ്ങൾ യാഥാർത്ഥ്യം എന്നതുപോലെ തന്നെ കാണാനും കേൾക്കാനും വികാരങ്ങളോടുകൂടി തന്നെ അവയെ അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു. ഡെൽഗാഡോ ഇതിനെ അതിസങ്കീർണമായ ഹാലൂസിനേഷനുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരാളിൽ ഭയമുളവാകുകയും തന്റെ നേർക്ക് എന്തോ വന്നു എന്നും അതെന്താണെന്ന് തനിക്ക് അറിയില്ല, ഒരു മൃഗത്തെ പോലെ തനിക്ക് തോന്നിയെന്നും പറഞ്ഞിരുന്നു. ചിലർ പാട്ടുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ അതും സ്വപ്നം കണ്ടുകൊണ്ട് കേട്ടിരുന്നതായി പറയുന്നു. അതേസമയം തന്നെ പലർക്കും ശക്തമായ ദേജാവു അനുഭവപ്പെട്ടു. അതായത് ഇപ്പോൾ തനിക്ക്